CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ പരാമർശം കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിജയിച്ചത് മുസ്ലിം വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹം നടത്തിയ പരാമർശം. ഇതിനെ തുടർന്ന് ഇന്ന് പാർട്ടി നേതാക്കൾ ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരികയും എം.വി. ഗോവിന്ദനും പി.കെ. ശ്രീമതി അടക്കമുള്ളവർ ഇത് പാർട്ടിയുടെ നിലപാടാണ് എന്ന ലൈനിൽ തന്നെയാണ് അഭിപ്രായങ്ങൾ അറിയിച്ചത്. നമ്മൾ ഇൻസൈറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മത്സരിച്ചതും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതും കണ്ടാൽ പാകിസ്ഥാനിലേത് പോലെ ആയി തോന്നുകയാണോ എന്ന് ആദ്യം പറഞ്ഞത് അമിത് ഷായാണ്. ഇത്തരമൊരു പരാമർശത്തിലൂടെ എ വിജയരാഘവൻ്റെ ഈ ഒരു പരാമർശത്തിലൂടെ ആ ഒരു റൂട്ടിലേക്കാണോ CPIM നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? പ്രസ്താവന അമിത് ഷായുടെ പ്രസ്താവന മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അത് ഭൂരിപക്ഷം ന്യൂനപക്ഷമായ ഒരു പ്രദേശത്തേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോയി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി ആദ്യം വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ അതായത് എങ്ങനെയാണ് ഇതിനെ വർഗീയമായി ചിത്രീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊരു കൃത്യമായ ധാരണയോടുകൂടിയുള്ളൊരു പ്രസ്താവനയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചരണ യാത്രയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് പാകിസ്ഥാൻ്റെ പതാക എന്ന് ചിത്രീകരിക്കാൻ BJP ശ്രമിച്ചത്. അത് കേരളത്തിൽ വലിയ തോതിലൊന്നും വിലപ്പോയില്ല. പക്ഷേ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. രാഹുൽ ഗാന്ധി ഇത് പാകിസ്ഥാൻ്റെ പതാക ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ ജനിപ്പിക്കാനുള്ള ശ്രമം വലിയ തോതിലുണ്ടായി. ഇതവിടെ അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഈ ലോക്സഭാ 2024 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ആയപ്പോഴത്തേക്കും അത് കുറേയൊക്കെ മാറിയിരുന്നു. ഇപ്പോൾ ഈ എ വിജയരാഘവൻ്റെ പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ കാണേണ്ടി വരും. കാരണം വിജയരാഘവൻ പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തുമായിരുന്നു എന്നാണ് വിജയരാഘവൻ്റെ ചോദ്യം. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലായിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തുമായിരുന്നു എന്നാണ് ചോദ്യം. മുസ്ലിം വർഗീയ ചേരി എന്നതുകൊണ്ട് CPM അർത്ഥമാക്കുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ ഒക്കെ ആണ് എന്ന് നമ്മൾ ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കുക. അവരുടെ പിന്തുണ കൊണ്ടാണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത് എന്നുള്ളത് വളരെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. കാരണം അവിടെ വോട്ട് ചെയ്തതിൽ ന്യൂനപക്ഷം മാത്രമായിരിക്കും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ SDPയോ. ബാക്കി മുഴുവൻ ഒരു പക്ഷേ അല്ല, നിശ്ചയമായും ഈ കാലയളവിനുള്ളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും SDPയെയും ഒക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് വയനാട്ടിൽ ഭൂരിപക്ഷമുള്ളത്. വയനാട് മണ്ഡലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ ജനസംഖ്യയിൽ എത്രത്തോളം മുസ്ലിങ്ങളുണ്ടോ അതിൽ ഭൂരിപക്ഷവും ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയെയും ദീർഘകാലമായി എതിർത്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന, നാളെയും എതിർക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് എന്ന് വിജയരാഘവൻ പറയും? ഇത് അറിയാത്തൊരാളല്ലല്ലോ വിജയരാഘവൻ. ഇത് അറിയാത്തൊരാളാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ പറയുന്ന വേർതിരിവുകളെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള, എത്രമാത്രം ശക്തി ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് കണക്കിലുണ്ട് എന്ന് SDPയ്ക്ക് വോട്ട് കണക്കിലുണ്ട് എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന നേതാവാണ് വിജയരാഘവൻ. അപ്പോൾ ഇതറിയാതെ പറയുന്നതല്ല. അപ്പോൾ ഇത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് വ്യക്തിപരമായൊരു പ്രശ്നം, ഒന്ന് പാർട്ടിപരമായൊരു പ്രശ്നം. വ്യക്തിപരമായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേതാക്കൾക്ക് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. നമ്മൾ പുറമേക്ക് മതനിരപേക്ഷ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഹിന്ദുത്വ ഭരണകൂടം ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലെ ഏത് വിധത്തിലാണ് കടന്നു കയറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയും അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, അത് നിയമപരമാണെങ്കിലും അല്ലെങ്കിലും, നിയമത്തിൽ വരുന്ന പരിഷ്കാരമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഏത് വിധത്തിലാണ് ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന അപരവൽക്കരണം നിലനിർത്തുകയും ചെയ്യും എന്നുള്ളൊരു പ്രശ്നം നമുക്കുണ്ട്. അതിപ്പോൾ വിജയരാഘവന് മാത്രമല്ല, നമ്മൾ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി വാഴ്ത്തപ്പെടുന്ന, കണ്ണേ കരളെ മുദ്രാവാക്യങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത VS അച്യുതാനന്ദൻ്റെ പ്രസ്താവനകൾ നമ്മൾ എടുത്തു നോക്കുക. പല ഘട്ടങ്ങളിലും വളരെ എക്സ്പ്ലിസിറ്റായിട്ട് മുസ്ലിം ജനസാമാന്യത്തിനെതിരെ VS അച്യുതാനന്ദൻ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിജയരാഘവൻ്റെ കാര്യവും.
പല ഘട്ടങ്ങളിലും ഇതേ ടോണിൽ വി.എസ്. വിജയരാഘവൻ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ കിടക്കുകയാണ്. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയും ഹിന്ദുത്വ ശക്തികളുടെ വലിയ പ്രചരണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം കുറേ കൂടെ ശക്തമാകുകയും ചെയ്യുന്നു. നമ്മൾക്കിപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ ഏറ്റവും പരമോന്നതമായ ഒരു പാർട്ടി ഘടകത്തിലെത്തിയതിന് ശേഷവും ആ പാർട്ടിയുടെ പോളിസിയെ ഉള്ളിലേക്ക് എടുക്കാൻ വി.എസ്. വിജയരാഘവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള പ്രശ്നം. പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് CPM അധികാരത്തിൽ തിരിച്ചെത്താൻ സാധ്യതയുള്ള ഏക സംസ്ഥാനം ഇപ്പോൾ കേരളമാണ്. ഇപ്പോൾ അവിടെ അധികാരത്തിലുണ്ട്, തുടർച്ചയായി 2 ടേം അധികാരത്തിലിരിക്കുന്നു. അടുത്ത ടേമിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അവർ വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പോലും തിരിച്ചടികളുണ്ടായി. ആ തിരിച്ചടിയിൽ തന്നെ ഈ അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് അവർ വിചാരിക്കുന്ന ഈഴവ സമുദായത്തിൽ നിന്നും മറ്റ് ഹിന്ദു സമുദായങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ വൻ ചോർച്ചയുണ്ടായി. അപ്പോൾ ഇത് പരിഹരിക്കാൻ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള മാർഗം ഇപ്പുറത്ത് മുസ്ലിം ജനവിഭാഗത്തിനോട് തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു എന്താ പറയുക ഐക്യദാർഢ്യം, ആ ഐക്യദാർഢ്യത്തിൽ ഞങ്ങൾ ചില വിട്ടുവീഴ്ച വരുത്തി എന്നൊക്കെ ഉള്ളൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളൊരു ഗിമ്മിക്കാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്നുള്ള നിലയ്ക്ക്. ഇത് രണ്ടും വ്യക്തികൾക്കുണ്ടാകുന്ന അപജയമാണെങ്കിലും പാർട്ടി എന്നുള്ള നിലയ്ക്കുണ്ടാകുന്ന ഈ പ്രശ്നമാണ്. ഇത് രണ്ടും CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ നയനിലപാടുകളിൽ നിന്നുള്ള കൃത്യമായ വ്യതിചലനമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിലിപ്പോൾ സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് CPMൻ്റെ നേതാക്കൾ പ്രത്യേകിച്ച് വിജയരാഘവൻ്റെ വാക്കുകൾ എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പുറത്തേക്ക് ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് കുറച്ചുകൂടെ ഡിഫറൻ്റാണ്. വിജയരാഘവൻ പറയുന്നത് തന്നെയാണ് പാർട്ടി നയം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇവരാണ് മതതീവ്രവാദികളായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്, മുസ്ലിങ്ങളെ അല്ല ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്നു എന്നുള്ളത് മുസ്ലിങ്ങളെ മൊത്തം വിമർശിക്കുന്നതല്ല എന്ന് കൃത്യമാക്കി പറയുന്നുണ്ട്. RSSനെ വിമർശിക്കുന്നത് ഹിന്ദുക്കളെ വിമർശിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ വിമർശിക്കലാണ് എന്ന് പറയുന്നത് എന്ന് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെടുന്നത് മുസ്ലിം വർഗീയതയുടെ ദൃഢമായ പിന്തുണയോടെയാണ് എന്ന് പറയുന്നതും എന്താ പറയുക ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ആണ് ഞങ്ങൾ വിമർശിക്കുന്നത്, അവർ UDFനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഇത് ഒരു സംഘപരിവാർ അജണ്ടയെ സഹായിക്കുന്ന ഒരു വാക്കുകളായിട്ടാണ് പൊതുമണ്ഡലത്തിലുണ്ടാവുക. അത് BJPക്ക് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രശ്നം. വിജയരാഘവനെ നമുക്കറിയാം, ഇതിനു മുമ്പും ഇതുപോലുള്ള ഒരുപാട് അരാഷ്ട്രീയം നിറഞ്ഞ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് CPIMൻ്റെ വഴി തടഞ്ഞുള്ള വഴി തടഞ്ഞ് വേദി കെട്ടിയതിന് പ്രതികരിച്ച് അദ്ദേഹം അമ്മ കൂട്ടിക്കലർത്തിയ ചില പരാമർശങ്ങളൊക്കെ നടത്തിയതും വിവാദമാകുകയുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമേറ്റി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിലും ഇതുപോലുള്ള പ്രസ്താവനകളെ തടയാൻ പാർട്ടിക്ക് സാധിക്കാത്തത്? അല്ല, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയരാഘവൻ എന്ന് പറയുന്നത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റിയാണ് CPMനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബോഡി. അതിന് മുകളിലുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്. അതിലും മെമ്പറാണ് വിജയരാഘവൻ. അപ്പോൾ വിജയരാഘവൻ പറയുന്നതിനെ അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ അല്ലെങ്കിൽ തിരുത്താൻ CPMന് സാധിക്കില്ല. ആ ഒരു പാർട്ടി ഘടന അനുസരിച്ചുകൊണ്ട് അത്ര എളുപ്പമല്ല. ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. പിന്നെ മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതിന് ശേഷവും ഇപ്പോൾ വിജയരാഘവൻ്റെ ഒരു കാര്യം എടുക്കാൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ആലത്തൂരിൽ മത്സരിക്കാൻ പോകുമ്പോൾ അദ്ദേഹം നടത്തിയ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ആലത്തൂരിലെ CPMൻ്റെ പരാജയത്തിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുമുണ്ട്. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ച എന്താ? വിജയരാഘവൻ പാർട്ടിയുടെ ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി ആവുന്നു, പിന്നെ പോളിറ്റ് ബ്യൂറോ അംഗമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ എന്ന് വെച്ചാൽ ഇത്തരം പരാമർശങ്ങൾ ഒരു പരാമർശങ്ങളെ വേണ്ട ഗൗരവത്തോടെ ആ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പുതിയ കാലത്തിനനുസരിച്ചാണോ തങ്ങളുടെ നേതൃനിര പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത് എന്ന് പഠിച്ച് വിലയിരുത്തി വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ളൊരു ശേഷിയോ അതിനുള്ളൊരു കൈയടക്കമോ ആ പാർട്ടി നേതൃത്വം ഇതുവരെ കാണിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല, നമ്മുടെ അനുഭവത്തിൽ തോന്നുന്നില്ല. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തുടരില്ല, അല്ലെങ്കിൽ തുടരാൻ കഴിയില്ല. പുതിയ കാലത്തിനനുസരിച്ചല്ല എന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്ന് തിരുത്തുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ ഇത് തുടരില്ലല്ലോ. അപ്പോൾ ഇനി അത് തുടരും. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, അതിനുശേഷം ഇതിന് ന്യായീകരണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു ഭാഗം അടർത്തി മാറ്റിയിട്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയും SDP-യെയും വിമർശിച്ചിട്ടാണ് ഈ പ്രസംഗം തുടങ്ങിയത്, ഈ ഭാഗത്തിലേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ ശരിയായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ വയനാടിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇത് പറയുമ്പോൾ മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തുമായിരുന്നു എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ ഈ ഭാഗം പ്രത്യേകമായി എടുത്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയാത്ത ആളല്ലല്ലോ വിജയരാഘവൻ. അപ്പോൾ അത് കുറെ കൂടെ കൃത്യമായിട്ട് പറയാമല്ലോ അദ്ദേഹത്തിന് അവിടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയോ SDP-യുടെയോ പേരുകൾ പറയാം. ഇനിയിപ്പോൾ ഇവരുടെ പിന്തുണയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി 3 ലക്ഷം വോട്ടിന് അവിടെ ജയിക്കും, പ്രിയങ്ക ഗാന്ധി 4,10,000 വോട്ടിനും അവിടെ ജയിക്കും എന്നുള്ളതൊരു വസ്തുതയായിരിക്കെ വയനാട്ടിൽ പോയി ഇത് പറയേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ നമ്മളൊരു ഡെലിബറേറ്റ് ആയിട്ടൊരു കാര്യം അവിടെ ഇട്ട് കൊടുക്കുകയാണ്, ഒരു ഡിസ്കഷന് കൊണ്ടുവരികയാണ്. ആ ഡിസ്കഷന് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശ്യം CPM കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അവലംബിക്കാൻ പോകുന്നൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗം കൂടിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്ത ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം ധാർമ്മിക ആശങ്കകൾ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ബംഗാളിൽ എങ്ങനെയാണോ ഈ CPIM എന്ന പാർട്ടി ഇല്ലാതായിപ്പോയത് അതേ റൂട്ടിലൂടെ കേരളത്തിലെ CPIM പാർട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു ഇടതുപക്ഷ സമീപനം പുലർത്തുന്ന ഇടതുപക്ഷ ചിന്തകർ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മാസികയിൽ വന്നൊരു ലേഖനം നമ്മൾ വിവർത്തനം ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വാർത്ത, ഈ ചർച്ചകളൊക്കെ നിരീക്ഷിക്കുമ്പോൾ അതിലേക്കുള്ളൊരു ആഡ് ഓൺ മാത്രമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. സാറിന് എങ്ങനെ തോന്നുന്നു? അതിലൊരു കുറേയൊക്കെ വസ്തുതയുണ്ട്. പക്ഷേ ബംഗാളിലെ സിറ്റുവേഷൻ കേരളത്തിലെ സിറ്റുവേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞ്. കാരണം ബംഗാളിൽ CPM നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്നൊരു ഘട്ടത്തിൽ അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഒരു വളരെ ഏകപക്ഷീയമായൊരു പിന്തുണ ആ പാർട്ടിക്കുണ്ടായിരുന്നു. അതിനെ വളരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് അവിടുത്തെ പാർട്ടി എടുത്തതും. ആ സമുദായത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യമോ വിദ്യാഭ്യാസപരമോ അല്ലെങ്കിൽ സാമ്പത്തികമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ആ കാലയളവിൽ CPM-ന് അവിടെ കഴിഞ്ഞിട്ടില്ല, ഇടത് ഭരണത്തിനും സാധിച്ചിട്ടില്ല. കാരണം രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ബംഗാളിലെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ അവസ്ഥ എന്ന് രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായിട്ട് പറഞ്ഞത്. കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് 2004 ശേഷമാണ്. ആദ്യത്തെ UPA സർക്കാരിൻ്റെ കാലത്താണ് രജീന്ദ്ര സച്ചാറിനെ നിയോഗിക്കുന്നത്. 1977 ശേഷം ഇങ്ങോട്ട് ഏതാണ്ട് 30 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചതിന് ശേഷമാണ് രജീന്ദ്ര സച്ചാർ ഇക്കാര്യം പറയുന്നത്, കമ്മിറ്റി റിപ്പോർട്ട് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ ആ അവസ്ഥയുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ കുറേയൊക്കെ ഈ സമുദായവുമായിട്ടും ഈ സമുദായത്തിലെ വിവിധ വിഭാഗങ്ങളുമായിട്ടും ആശയവിനിമയം നടത്താനും അവരുടെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനു വേണ്ടി അവർക്കൊപ്പം നിൽക്കാനും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്, CPM-നും സാധിച്ചിട്ടുണ്ട്. ആ ബന്ധം അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് പൂർണ്ണമായ ഒരു അറ്റുപോകൽ ഒരു പക്ഷേ ഇവിടെ പെട്ടെന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് ഇനിയും അത് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഈ നിലപാട് ഇതേപോലെ തുടർന്നോളും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ക്ലാരിറ്റി വരും. ക്ലാരിറ്റി വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഭൂരിപക്ഷ വർഗീയതയെ പോലെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയത എന്നുള്ളത് CPM-ൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് നിലപാടാണ്. RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ നാണയത്തിൻ്റെ 2 പുറങ്ങളാണ് എന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ആ പാർട്ടിയുടെ സ്റ്റാൻഡാണ്. ഈ 2 സ്റ്റാൻഡും കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന മുസ്ലിം വിഭാഗങ്ങളെ അല്ല മുസ്ലിങ്ങളെ പ്രതിദാനം ചെയ്യുന്ന സുന്നികൾ അംഗീകരിക്കുന്ന നിലപാടുകളാണ് ഇത് രണ്ടും. അപ്പോൾ ആ വിഭാഗങ്ങളുമായിട്ട് കുറെക്കൂടെ
അടുപ്പം സ്ഥാപിക്കാനോ ഉള്ള ബന്ധം കുറെ കൂടെ മെച്ചപ്പെടുത്താനോ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വിചാരിക്കുന്ന ചില ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനോ CPM സാധിക്കായികയല്ല, പക്ഷേ അതിന് ഡെലിബറേറ്റ് ആയിട്ടുള്ള ശ്രമം വേണ്ടി വരും. കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വേണ്ടി വരും. എലക്ഷൻ വരുമ്പോൾ മാത്രം ചില നിലപാടുകളിൽ ഞങ്ങളിതാ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന നാടകം അവസാനിപ്പിക്കേണ്ടി വരും. കുറെ കൂടെ ആത്മാർത്ഥമായ പാർട്ടി നയനിലപാടുകളുടെ കൃത്യമായ പ്രതിഫലനം കേരള ഘടകം ഈ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ബംഗാളിൻ്റെ വഴി അധികം വൈകാതെ സംഭവിക്കും. അതൊരു പെട്ടെന്ന് സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിജയരാഘവൻ കഴിഞ്ഞ പ്രസംഗത്തിൽ, ഈ വിവാദമായ പ്രസംഗത്തിൽ നടത്തിയ ഒരു പരാമർശമുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സ്ഥാനാർത്ഥി നിൽക്കുന്ന വാഹനത്തിന് മുന്നിലും പിന്നിലും നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ. രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രചരണം നടത്തുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടി കണ്ടിട്ടാണ് ഇത് പാകിസ്ഥാനാണെന്ന് എന്ന രീതിയിൽ ഉത്തരേന്ത്യയിൽ സംഘ് ബെൽറ്റുകളിലൊക്കെ പ്രചരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പച്ച ബലൂണുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ വിജയരാഘവൻ അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇന്ന് പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഇത് പാർട്ടി നിലപാടാണ് എന്നുള്ള രൂപത്തിൽ തന്നെ PK ശ്രീമതി എം വി ഗോവിന്ദനൊക്കെ പറയുമ്പോൾ, കുറച്ച് വർഷങ്ങൾക്ക് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പാണ് എം വി ഗോവിന്ദൻ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടിന് വേണ്ടി ലീഗിനെ പ്രീണിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ നയമാറ്റത്തിൻ്റെ ഭാഗമായി ലീഗിനെ അകറ്റുകയും ചെയ്യുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അത് ഇത്രയേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, കേരളത്തിലെ ഒരു വോട്ട് പൊളിറ്റിക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തെക്കോട്ട് CPM ജയിക്കണമെങ്കിൽ ഏത് വിഭാഗത്തിൻ്റെ വോട്ടാണ് കൂടുതൽ വേണ്ടി വരിക എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിന് പാകത്തിലുള്ള പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സാണ് സത്യത്തിൽ ഇവർ ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ അപകടകരവുമാണ്. അത് കേരളത്തിൽ CPM മാത്രമല്ല ചെയ്യുന്നത്, മറ്റ് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളും പലപ്പോഴും ഇത്തരം അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഈ അറേഞ്ച്മെൻറ്റുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയോ അല്ലെങ്കിൽ ഇതര വർഗീയ ശക്തികൾക്കോ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ വിജയരാഘവൻ്റെ പ്രസ്താവനയെ ന്യായീകരിക്കാൻ എന്നുള്ള മട്ടിൽ എം വി ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി SDPI പറയുമ്പോൾ BJP ചെയ്യുന്ന അതേ ടാക്ടിക്സ് ഇവിടെയുണ്ട്. കാരണം ചില സംഗതികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൊതുവൽക്കരിക്കുക എന്ന് പറയുന്നൊരു പരിപാടി BJP ചെയ്യും. അത് ഭീകരവാദികളെല്ലാം, എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷേ ഭീകരവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നതിലൂടെ ഈ സമുദായത്തിന് കൊടുക്കുന്നൊരു ഛായയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ വാക്ക് പറഞ്ഞത്. അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ വാക്കുകൾ ഈ സമുദായത്തിന് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുണ്ട്, നെഗറ്റീവ് ഇമേജ് ഉണ്ട്. അതായത് ഇവരൊക്കെ കുഴപ്പക്കാരാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതേ പ്രശ്നം ഇവിടെയുണ്ട്. അത് ഞങ്ങൾ വിമർശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ് എന്ന് പറഞ്ഞാലും പൊതുവിൽ കൺവേ ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും? ഇത് മുസ്ലിം ജനവിഭാഗത്തെ മുഴുവൻ ബാധിക്കുന്നൊരു വിഷയമായിട്ടായിരിക്കും പൊതുവിൽ കൺവേ ചെയ്യപ്പെടുക. അല്ലെങ്കിൽ ഇത് സംഘപരിവാരം അങ്ങനെയായിരിക്കും ഉപയോഗിക്കുക. സംഘപരിവാരത്തിന് വലിയ തോതിൽ ഉപയോഗിക്കാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. അവർക്ക് അതിനുള്ള പ്രൊപ്പഗാൻഡ മെക്കാനിസം ഉണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ളൊരു ആയുധം വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇത്രത്തോളം രൂക്ഷമായി വിമർശിക്കാൻ CPM തയ്യാറാകുന്നത് എന്ന് അവരാലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഈ 2 സംഘടനകളെയും CPMനേക്കാൾ കൂടുതൽ എതിർത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ സുന്നി സംഘടനകളാണ്. അവരാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഏതാണ്ട് 95%. അപ്പോൾ ആ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ അതിനെ എതിർക്കാൻ ആളുകൾ ഉണ്ടായിരിക്കെ, അവരത് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കെ, അവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കെ, എന്തിനാണ് CPM ഈ 2 സംഘടനകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിരന്തരം വിമർശിക്കുകയും ആ വിമർശനം ഈ മൊത്തം സമുദായത്തെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ ആക്കുന്നൊരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് ആ പാർട്ടിയുടെ നേതൃത്വമാണ് ആലോചിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കത്തിൽ ഈ പറയുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും, ഇപ്പോൾ വിജയരാഘവൻ്റെ പ്രസംഗമാണെങ്കിലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ നടത്തുന്ന വിശദീകരണമാണെങ്കിലും സംഘപരിവാറിന് അവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധം ഉണ്ടാക്കി നൽകലാണ് എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. വിജയരാഘവൻ അടക്കമുള്ള CPIM ഇന്ത്യ മുന്നണിക്ക് കീഴിലാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് കീഴിൽ അണിനിരക്കുന്നവരാണ് ഇവരെല്ലാം. ദേശീയ രാഷ്ട്രീയത്തിൽ
എ വിജയരാഘവൻ നടത്തിയ ഈ പ്രസ്താവനക്ക് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരില്ലേ? കോൺഗ്രസ് അങ്ങനെ മറുപടി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഒന്നും മറുപടി പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കെ.സി. വേണുഗോപാലോ അല്ലെങ്കിൽ വി.ഡി. സതീശനോ ഒക്കെ പ്രതികരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും. ഈ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അല്ല ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. അതുകൊണ്ട് കോൺഗ്രസ് ദേശീയ തലത്തിൽ എന്തെങ്കിലും മറുപടി പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ കേരളത്തിലെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇത് മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളുടെ രാജ്യത്തെ രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ വിവേകം ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും വേണം. അത് എ വിജയരാഘവന് വേണം, എം വി ഗോവിന്ദന് വേണം, പിണറായി വിജയന് വേണം, വി.ഡി. സതീശന് വേണം, കെ.സി. എല്ലാവർക്കും വേണം. കാരണം അതല്ല നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അതിനേക്കാൾ ഗൗരവമുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ 2024 വോട്ടെടുപ്പിലൂടെ ജനങ്ങൾ ഒന്ന് തൽക്കാലത്തേക്ക് ഒതുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അവരവരുടെ അജണ്ട വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നു, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. സെൻസസിന് ശേഷം എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിലേക്ക് വേഗം പോകാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ പല സംഗതികൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരവരുടെ അജണ്ട വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അജണ്ട എത്രത്തോളം ഭംഗിയായിട്ട് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അത്രത്തോളം അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്യും. അതും മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകമാണ് സത്യം പറഞ്ഞാൽ ഈ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക്. അത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ഭരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ സംബന്ധിച്ച്. എന്നിരിക്കലും കുറച്ചുകൂടെ വിശാലമായ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ ഈ നേതാക്കൾ സത്യം പറഞ്ഞാൽ തയ്യാറാകേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ ഇപ്പോഴും ഈ പറയുന്ന ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അധികാരത്തിൽ കയറാൻ പാകത്തിൽ ഈ കമ്മ്യൂണൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഈ നേതാക്കൾ ചിന്തിക്കുന്നത് എന്നുള്ളത് ഒരു എന്താ പറയുക വളരെ ദൗർഭാഗ്യകരമായ കാര്യമായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ രാഷ്ട്രീയ വിവേകത്തോടു കൂടി നേതാക്കളെല്ലാം പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേതാക്കളെല്ലാവരും നമ്മുടെ വിശാലമായ സാമൂഹ്യ സാഹചര്യം, കേരളത്തിൻ്റെ എല്ലാവരും ഒരുമിച്ചുള്ള ഈ ഐക്യം, ഇതിനെയൊക്കെ താറുമാറാക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുണ്ടാകുന്നത് വലിയ ദൗർഭാഗ്യകരമാണ്. വരും കാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.